കഴിഞ്ഞ തവണ വീട്ടിൽ പോയപ്പോഴൊരു വീഡിയോ ആണ്. അവിടെ എത്തിയ രാവിലെ തന്നെ ഒരു അമ്പലത്തിൽ പോക്ക് പതിവാണ്. അതുമാത്രമല്ല ഇന്നത്തെ പോക്കിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം. ഈ പോണ പോക്ക് നേരെ ആറ്റുകാൽ അമ്പലത്തിലോട്ടായിരുന്നേ. അങ്ങനെ ആറ്റുകാൽ അമ്പലത്തിൽ തൊഴുതിട്ട് നമ്മൾ നേരെ പോകുന്നത് ഒത്തിരി നാളായിട്ടുള്ള എൻ്റെ ഒരു സ്വപ്ന സ്ഥലത്തേക്കായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് ചെന്ന നാൾ തൊട്ട് പോകാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നൊരു സ്ഥലത്താണ്. കുറേ നാളവിടെ താമസിച്ചപ്പോൾ പോലും എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പോയിട്ടുള്ളവർക്കൊക്കെ ഇതിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. വേറെ എങ്ങും അല്ല, ആഴിമലയിലോട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. താഴത്തെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് നേരെ നമ്മൾ ഈ ഭഗവാന്റെ രൂപം കാണാൻ അങ്ങ് പോയി. ഇത്ര നാളായിട്ട് ഓരോ വീഡിയോസ് കണ്ട് കൊതിച്ചൊരു സ്ഥലം നേരിട്ട് കണ്ടപ്പോൾ കിട്ടിയൊരു സന്തോഷമുണ്ട്. ഒത്തിരി സമയം ഞാൻ ആ രൂപം തന്നെ അങ്ങ് നോക്കുന്നു. എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു കുട്ടി ആഗ്രഹം അങ്ങ് സാധിച്ചു കിട്ടി. പിന്നെ അത് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കുറച്ച് നാൾ മുന്നേ അവിടുത്തെ കേവിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന സ്ഥിതിക്ക് അതോടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ ബാസ് എടുത്ത് അവിടെ കയറി. ഫോട്ടോസും വീഡിയോസും അലോ അല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. എൻ്റെ ഭഗവാനെ എന്ത് ഭംഗിയായിട്ട് ഓരോ ശില്പം അതിൻ്റെ അകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയാവോ. ആദ്യം എന്താണെന്നറിയാണ്ട് അകത്ത് കയറിയെങ്കിലും കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടമായി. പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് ഞാനും എൻ്റെ തീത്തും കൂടി കുറച്ചങ്ങ് നടക്കാൻ ഇറങ്ങി. വീട്ടിലിരുന്ന പിന്നെ വാതോരാതെ എൻ്റെ അടുത്ത് വർത്തനോ. പുറത്തിറങ്ങിയ ആൾ ഭയങ്കര ഡീസൻ്റാണ്. പുറത്തിറങ്ങിയ സംസാരിക്കത്തില്ലെന്ന പുള്ളിക്കാർ സ്വയം പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.